അധ്യായം വന്നപ്പോ നമ്മൾ തുടർന്ന് അവിടെ കറുത്ത പോയിന്റ് കൊടുത്തിരിക്കണേ. ഈ രണ്ടാമത്തെ പോയിന്റിൽ വന്നപ്പോ ആദത്തിന് തേജസ്സൊക്കെ നഷ്ടമായി, അധികാരം നഷ്ടമായി, അതായത് ദൈവരാജ്യം നഷ്ടമായി. ആദത്തിന് കൊടുത്തത് നഷ്ടമായി. സ്വർഗവും ഭൂമിയും തമ്മിൽ അകന്നു. സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളത് ക്രിസ്തു യേശുവിൽ പിന്നെയും ഒന്നായി ചേരണം. ഇനി തുടക്കത്തിൽ അത് ഒന്നായിരുന്നു. മനസ്സിലായോ? ക്രിസ്തുവില് മനുഷ്യനെ സൃഷ്ടിച്ച പോയിന്റ് മുതൽ, മനുഷ്യനെ സൃഷ്ടിച്ചു. ആദത്തിന് ശേഷം ആദം അനുസരണക്കേട് കാണിക്കുന്ന ആ സമയം വരെ ഒന്നായിരുന്നു. മനസ്സിലായോ? മറ്റത് മനുഷ്യനെ സംബന്ധിച്ചല്ല, ദൂതന്മാരെ സംബന്ധിച്ച. അങ്ങോട്ടേക്ക് പോകുന്നത് ദൂതന്മാരെ സംബന്ധിച്ച. ഇനി മനുഷ്യൻ അവസാന അവസ്ഥയിലേക്ക് കടന്നു വരികയാണ്. അവസാന അവസ്ഥയിലേക്ക് മനുഷ്യൻ കടന്നു വരുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. 7 ഭർത്താക്കന്മാരുള്ള സഹോദരി സ്വർഗത്തിൽ ചെന്നാൽ ആരുടെ ഭാര്യയായിരിക്കും എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾക്കൊന്നും അറിയാൻ പാടില്ലാത്തതുകൊണ്ട് നിങ്ങൾ തെറ്റിപ്പോകും. സ്വർഗത്തിൽ വിവാഹം കൊടുക്കുന്നുമില്ല, വിവാഹം കഴിക്കുന്നതുമില്ല. ഇവർ സ്വർഗത്തിലെ ദൈവ ദൂത തുല്യരും, പിന്നെ ഇവരുടെ പേര് പിന്നെ മനുഷ്യപുത്രന്മാരെന്നല്ല, ദൈവപുത്രന്മാരും ആയിരിക്കും. ആ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു മടങ്ങിപ്പോകും. ഇതൊക്കെ ഫാമിലി ഓഫ് ഗോഡിൽ വരുന്നതാ. നിങ്ങൾക്ക് അത് മേടിച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. നമുക്കെല്ലാം കൂടി പോകാനുള്ള സമയമില്ല. ശ്രദ്ധിച്ച്, തുടർന്ന് ഇവിടെ വെച്ച് സെപ്പറേറ്റ് ആകുകയാണ്. കറുത്ത ലൈൻ ഇവിടെ തുടങ്ങി, ഇവിടെ വെച്ച് സെപ്പറേറ്റ് ആകുന്നു. തുടർന്ന് ആ സെപ്പറേറ്റ് ആകുന്ന പോയിന്റിൽ ഇവിടെ ഇതിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് ക്രിയേഷൻ, ആ സൃഷ്ടിപ്പ്. ഇവിടെ ബൈബിളിൽ ആദ്യത്തെ പ്രോമിസ് കൊടുക്കുകയാണ്. ബൈബിളിൽ ആദ്യത്തെ പ്രോമിസ് ആർക്കാന്നറിയോ? കൈപൊക്കരുത്. ആദ്യത്തെ പ്രോമിസ് ആർക്കാ? എന്താ? അതൊരു ശാപമായ പ്രോമിസ് തന്നെയാണ്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. ഈ കർത്താവ് പ്രോമിസ് പറഞ്ഞ ഒന്നും പാലിക്കാതെ പോകുന്നില്ല കേട്ടോ. സ്തോത്ര. നിങ്ങൾക്ക് എല്ലാം പ്രോമിസ് വന്നിട്ടുണ്ടോ? തീർച്ചയായും ദൈവം പാലിച്ചിരിക്കും. നമ്മൾ ഉറച്ചു നിന്നാൽ മതി. അതിനെ തടയാൻ നമുക്ക് മാത്രമേ പറ്റുള്ളൂ, വേറെ ആർക്കും പറ്റത്തില്ല. സ്തോത്ര. ഇവിടെ പിശാചിന് പ്രോമിസ് കൊടുക്കുകയാണ്, സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും. തല എന്ന് പറയുന്നത് ലോകം പ്രസംഗിക്കുന്നത് പോലെ ഇത് തലയാണ്. ഇന്നും പിശാചിന് തലയില്ല, ബുദ്ധിയില്ല, അന്നും പ്രസംഗിക്കരുത്, പറയരുത്. തല എന്ന് പറഞ്ഞ ഈ തലയല്ല, രാജ്യമാണ്. രാജ്യം, കിങ്ഡം ഓഫ് ഈവിൾ, പിശാചിന്റെ കിങ്ഡം. അങ്ങനെ ഒരു കിങ്ഡം ഉണ്ട്, രാജ്യമുണ്ട്. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞ്, സാത്താനോട് തന്നെ എതിർത്താൽ പിന്നെ അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? അപ്പൊ പിശാചിന് എന്നാ ഉണ്ട്? ഇത് ആര് പറഞ്ഞതാ? യേശു പറഞ്ഞ. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പൊ രാജ്യം എന്ന് പറഞ്ഞാൽ കിങ്ഡം, പിശാചിന്റെ രാജ്യം. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ആദം പാപം ചെയ്തില്ലേ? പാപം ചെയ്തപ്പോ ആദം പിശാചിന്റെ രാജ്യത്തിന്റെ ഉള്ളിൽ പോയി. മനസ്സിലായോ? പിശാചിന്റെ രാജ്യത്തിന്റെ ഉള്ളിൽ പോയി. ഇനി പിശാചിന്റെ രാജ്യത്തെ തലയെ തകർക്കാതെ, പിശാചിന്റെ രാജ്യത്തെ തകർക്കാതെ ആദത്തെ അവിടെ നിന്ന് വിടിവിക്കാൻ പറ്റില്ല. ഇവിടുന്ന് കിട്ടണുണ്ടോ? ഇനി പിശാചിന്റെ രാജ്യത്തെ തകർക്കാതെ ആദത്തെ അവിടെ നിന്ന് വിടുവിക്കാൻ പറ്റില്ല. അപ്പോൾ പിതാവ് കൊടുക്കുന്ന ഒന്നാമത്തെ വാഗ്ദത്തം, പണിഷ്മെന്റ് വാഗ്ദത്തമാണ്, സ്ത്രീയുടെ സന്തതി വരും, നിന്റെ രാജ്യം തകർക്കും. മനസ്സിലായോ? സ്തോത്രം. നിന്റെ രാജ്യം തകർക്കുവാനായിട്ട് ഇടയാകും. ഇതിന്റെ അതായത് ഒരു പുതിയ പ്രൊജക്ട് ആരംഭിക്കുക. മനസ്സിലാവുന്നുണ്ടോ? പുതിയൊരു പ്രൊജക്ട് ആരംഭിക്കുക. ദൈവത്തിന് ഓൾറെഡി ഒരു പദ്ധതി ഉണ്ട്. ആ പദ്ധതിയായിരുന്നു ദ ഫാമിലി ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ഫാമിലി. കുടുംബത്തെ യഥാസ്ഥാനപ്പെടുത്തുക, ഒരു ടെസ്റ്റിലൂടെ തന്റെ കുടുംബത്തെ യഥാസ്ഥാനപ്പെടുത്തുക എന്നുള്ളൊരു പദ്ധതിയുണ്ട്. ഇപ്പോ ഈ പദ്ധതിയിൽ വീണ്ടും ആദം വീണുപോയി. ആദം വീണ്ടും താഴേക്ക് കടന്നുപോയി. ആ താഴേക്ക് കടന്നുപോയപ്പോ ഇനി ആദത്തിനെ ഈ പിശാചിന്റെ പിടിയിൽ നിന്ന് പിടിവിക്കണം. എങ്കിലേ പിന്നെ വീണ്ടും ടെസ്റ്റ് കൊണ്ടുവരാൻ പറ്റും. ആ ഭാഗത്തേക്ക് നമ്മൾ വരും. അത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട, നമ്മൾ അങ്ങോട്ടേക്ക് വന്നിട്ടില്ല. ആദത്തിനെ ഒരു ടെസ്റ്റിന് വേണ്ടി ദൈവം വെച്ചു. പക്ഷെ ആദം ആ ടെസ്റ്റിൽ നിന്നും താഴേക്ക് പോയി, പിശാചിന്റെ കുടുക്കി പോയി.
ഇനി ആഴത്തിന് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ രണ്ടാമത് പിശാചിന്റെ പിടിയിൽ നിന്ന് കൊണ്ടുവരണം. സ്തോത്രം. അപ്പോൾ ദൈവം പിശാചിനോട് പറയുന്ന പണിഷ്മെന്റ് വാഗ്ദത്തമാണ്, സ്ത്രീയുടെ സന്തതി നിന്റെ രാജ്യത്തെ തകർത്ത് കളയും. സ്തോത്രം. പിന്നെ അന്ന് മുതലുള്ള ഒരുക്കമാണ് സ്ത്രീയുടെ സന്തതിക്കായിട്ടുള്ള ഒരുക്കം. മനസ്സിലായോ? ആരാ സ്ത്രീയുടെ സന്തതി? കർത്താവായ യേശുവ. മനസ്സിലായോ? പ്രോഫറ്റിക്കൽ കർത്താവായ യേശുവാണ് സ്ത്രീയുടെ സന്തതി. അതിനുവേണ്ടിയുള്ള ഒരുക്കം നടക്കുകയാണ്. തുടർന്ന് ഇങ്ങോട്ടേക്ക് വന്നു. അതിനുള്ള ഒരുക്കത്തിൽ അബ്രഹാത്തിനോട് പറഞ്ഞു, നിന്റെ സന്തതിയാൽ ഈ ലോകത്തിലെ സർവ്വജാതിയും അനുഗ്രഹിക്കപ്പെടും. മനസ്സിലായോ? അതിനുള്ള പുറപ്പാട് നടക്കുക. സ്ത്രീയുടെ സന്തതി വരാനുള്ള പുറപ്പാട് നടക്കുകയാ. അതിലെ ഉൽപ്പത്തി പുസ്തകം 15-ാം വാക്യത്തിൽ 15-ാം അധ്യായത്തിൽ നമുക്ക് കാണാം അബ്രഹാത്തിന് കൊടുക്കുന്ന വാഗ്ദത്തങ്ങളുടെ ലാസ്റ്റ് പാർട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 15. ഹിത്യർ, പെരിസ്യർ, സോറി 12. അതിന്റെ 3-ാമത്തെ വാക്യം വായിച്ചു. പല ബ്ലെസ്സിങ്ങുകളും ഉണ്ട്. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. ഇനി 22-ാം അധ്യായം 18-ാം വാക്യം കൂടി വായിച്ചു. 18. നീ എന്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് ഞാൻ എന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. സ്ത്രീയുടെ സന്തതി വരുവാനുള്ള വാഗ്ദത്തങ്ങൾ കൊണ്ടിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അബ്രഹത്തിന്റെ സീഡായി സ്ത്രീയുടെ സന്തതി വെളിയിലേക്ക് ഇറങ്ങി വരികയാണ്. ആ വാഗ്ദത്തം കൊടുക്കുകയാണ്. അബ്രഹത്തിന് കൊടുത്ത വാഗ്ദത്തമാണ്. അബ്രഹത്തിന് വാഗ്ദത്തം കൊടുത്തു. ഇനി മുൻപോട്ടേക്ക് വന്നു. ആ കാലമായില്ല. പക്ഷെ ജനം പാപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ജനം പാപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവം കൂട്ടിച്ചേർത്തു. ശ്രദ്ധിച്ച്, മോസസിന് നിയമം കൊടുക്കുകയാണ്, ന്യായപ്രമാണം കൊടുക്കുകയാണ്. അത് ഇടയ്ക്ക് വെച്ച് കൂട്ടിച്ചേർത്തതാണത്. വായിക്കും ഗലാത്യലേഖനം 3:19. ഗലാത്യലേഖനം 3:19. എന്നാൽ ന്യായപ്രമാണം എന്തിനെ? വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും. എന്നാൽ ന്യായപ്രമാണം എന്തിനാണ് മോശയ്ക്ക് ന്യായപ്രമാണം കൊടുത്തത്? വാഗ്ദത്തം പറഞ്ഞ സന്തതി, വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതാ. ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചതുമത്രേ. അപ്പോ ശ്രദ്ധിക്കുക, മോസസിന്റെ കയ്യിൽ ഏൽപ്പിച്ച ന്യായപ്രമാണം വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം ജനം പാപത്തിലേക്ക് പോകാതിരിക്കുവാൻ തക്കവണ്ണം ഇവർക്ക് ഒരു കൺട്രോൾ ആയിട്ടൊരു നിയമം കൊടുത്തതാ. എന്നാൽ അത് വാഗ്ദത്തത്തെ ഇല്ലാതാക്കുന്നില്ല. വാഗ്ദത്തം അപ്പോഴും കിടക്കുകയാണ്. സ്തോത്രം. നിങ്ങളോടോ ഇടുകയെ അബ്രഹാത്തിന് കൊടുത്ത വാഗ്ദത്തിന്റെ ഈ കളർ ഇട്ടേക്കണോ? പിങ്ക് കളർ അവിടെ ഇട്ടിരിക്കുകയാണ്. ഇവിടെ ആ അബ്രഹാത്തിന് കൊടുത്ത വാഗ്ദത്തം നിറവേറുന്ന ആ രംഗം അവിടെ വീണ്ടും പിങ്ക് കളർ കൊടുത്തിരിക്കുക. ആ അബ്രഹാത്തിന് കൊടുത്ത വാഗ്ദത്തം, നിന്റെ സന്തതി, നിന്റെ സീഡ്, ഇതിനാൽ ജനതകൾ മുഴുവൻ, ജാതികൾ മുഴുവൻ അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. അപ്പോൾ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം വായിച്ചു. എബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ. മതി. എങ്ങനെ തുടങ്ങണേ? അബ്രഹാമിന്റെ പുത്രനായ. കർത്താവിന്റെ വാഗ്ദത്തം നിറവേറിയോ? നിന്റെ സന്തതിയാ, അബ്രഹാമിന്റെ പുത്രൻ. നോക്കിയേ, ഇവിടെ യേശു ജനിച്ചു. അബ്രഹാം, ജീസസ് ദ പ്രോമിസ് ടു അബ്രഹാം ഇവിടെ ജനിക്കപ്പെടുവാനിടയായി.
ഈ വ്യക്തി എന്ത് ചെയ്യുന്ന പിതാവ് ദൈവം പറഞ്ഞേ? സ്ത്രീയുടെ തല പിശാചിന്റെ, അതായത് സർപ്പത്തിന്റെ തല തകർക്കും. സ്തോത്രം. ഹല്ലേലൂയ. സ്ത്രീയുടെ തലയല്ല, സർപ്പത്തിന്റെ തല തകർക്കും. ഇല്ല, അറിയാതെ പെട്ടെന്ന് മനസ്സിൽ ആഗ്രഹം സർപ്പത്തിന്റെ ആയിരുന്നു, പറഞ്ഞു വന്നപ്പോ മാറിപ്പോയതാ. സ്തോത്രം. നിങ്ങൾ കുടുംബകാലമൊന്നും ഉണ്ടാക്കരുത്. ശ്രദ്ധിക്കുക, സർപ്പത്തിന്റെ തല തകർക്കും. അതായത് പിശാചിന്റെ രാജ്യം തകർക്കും. ആര് തകർക്കും? അതാരാ? ഇനി ക്ലിയർ ആയിട്ട് പറഞ്ഞ, യേശു പിശാചിന്റെ രാജ്യം തകർക്കും. മനസ്സിലായോ? യേശു പിശാചിന്റെ രാജ്യം തകർക്കും. അന്ന് വരെ യേശു പിശാചിന്റെ രാജ്യം തകർക്കുന്നത് വരെ ലിറ്ററലി ആർക്കും ദൈവരാജ്യത്തിലേക്ക് യഥാർത്ഥ പ്രവേശനമില്ല. കാരണം എല്ലാവരും പിശാചിന്റെ കീഴിൽ കിടക്കുക. അതാ കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അതിന്റെ അർത്ഥം സഭ പണിന് തൊട്ട് മുമ്പ് വരെ പാതാള ഗോപുരം ജയിച്ചിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കും. സഭ പറയുന്നതിന് തൊട്ട് മുമ്പ് വരെ പാതാള ഗോപുരങ്ങൾ ജയിച്ചിരുന്നു. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കും. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കും. നമ്മൾ അതിശയിച്ചു പോകും, അയ്യോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നോ എന്നുള്ളത്. എന്താണ് ഈ പാതാള ഗോപുരം? പണ്ട് ഞാൻ ചിന്തിച്ചിരുന്നത് വലിയൊരു ടവറായിരിക്കും ഇതൊക്കെയെന്നൊക്കെ. സ്തോത്ര. യഥാർത്ഥത്തിൽ കർത്താവ് പറഞ്ഞ് മനസ്സിലാക്കി തന്നപ്പോഴാണ് ഇത് സ്പിരിച്വൽ ചെക്ക് പോസ്റ്റ്. വാളയാറ് പോയിരുന്നു നിങ്ങൾ? വാളയാറ് വണ്ടികളൊക്കെ വന്ന് അവിടെ കിടക്കണം. മനസ്സിലായോ? ഇതേപോലെ ആത്മാരാജ്യത്തിലെ ഒരു ചെക്ക് പോസ്റ്റ് ആണ് ഈ പാതാള ഗോപുരം എന്ന് പറയുന്ന സാധനം. അത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഗേറ്റ് ഓഫ് ഹേഡിസ് എന്ന് പറഞ്ഞ ഗേറ്റ്. തുറക്കുന്നത് അടയ്ക്കുന്നത്, തുറക്കുന്നത് അടയ്ക്കുന്നത്. യേശു തന്റെ സഭയെ പണിയുന്നതിന് മുമ്പ് ഇത് എല്ലാവരും അവിടെ തട്ടി നിന്നുപോയി. സ്തോത്ര. ഗേറ്റിൽ ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ പിടിക്കപ്പെടും. ഇതിനെക്കുറിച്ച് നമ്മൾ നാളെ മനസ്സിലാക്കും. നിങ്ങളൊന്ന് ചിന്തിച്ച് ആലോചിച്ച് ചെക്ക് പോസ്റ്റിനെയൊക്കെ സങ്കല്പിക്കുക അവിടെ ഇവിടെയൊക്കെ. എന്നാൽ ഈ ഭൂമിയിൽ സങ്കല്പിച്ചാലാണ് സ്വർഗീയമായ, അതായത് ആത്മീയ ചെക്ക് പോസ്റ്റുകളെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പല ചെക്ക് പോസ്റ്റുകളും കടന്നിട്ട് വേണമെങ്കിൽ നമ്മൾ പോകാൻ. മനസ്സിലായോ? ഇതങ്ങ് മാറിക്കഴിഞ്ഞാൽ ചുമ്മാ അങ്ങ് കയറിപ്പോന്ന് ചിന്തിക്കരുത്. ചെക്ക് പോസ്റ്റ് കണ്ട് പലയിടത്തും. നിങ്ങൾ രാജ്യം മാറുമ്പോൾ ശ്രദ്ധിച്ചോ? ഇല്ല, ഇവിടെ വന്നപ്പോ ചെക്ക് പോസ്റ്റ് ഇല്ലേ? അങ്ങോട്ട് ഇറങ്ങുമ്പോ സൗദിക്ക് പോകുമ്പോ ചെക്ക് പോസ്റ്റ് ഇല്ലേ? എല്ലായിടത്തും ചെക്ക് പോസ്റ്റ് ഉണ്ട്. രാജ്യം മാറിയ ചെക്ക് പോസ്റ്റാ. നമ്മൾ ഈ ബോഡി മാറുമ്പോ രാജ്യം മാറുക. മനസ്സിലായോ? രാജ്യം മാറി ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഈ ചെക്ക് പോസ്റ്റിനെ കുറിച്ചൊക്കെ നമ്മൾ ദൈവം നാളെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഇടയാകും. അപ്പോ പ്രാർത്ഥനയോടെ നിങ്ങൾ ധ്യാനിച്ച് ഈ വിഷയങ്ങളെ കുറിച്ച് ധ്യാനിച്ചുകൊണ്ടായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? കർത്താവ് നിങ്ങളോട് വല്ലതും സംസാരിച്ചോ? എങ്കിൽ കരങ്ങളെ അടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തേ. സ്തോത്രം. ശ്രദ്ധിക്കുക, ഈ ഭാഗം കൂടി ചേർത്ത് ഇപ്പൊ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ്. യേശു കടന്നു വന്നു, വാഗ്ദത്ത സന്തതി കടന്നു വരികയാണ്. ഇതോടൊപ്പം തന്നെ ഇവിടെ യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ യാഗം